നമസ്കാരം. മലയാളികൾ ക്രിസ്മസ് പുതുവത്സരാഘോഷം പൊടിപൊടിച്ചതോടെ മദ്യവിൽപ്പനയിൽ വൻ വർധനയെന്ന് റിപ്പോർട്ട്. 712.96 കോടിയുടെ മദ്യമാണ് ഇന്നലെ വരെ വിറ്റത്. കഴിഞ്ഞ വർഷം ഈ സീസണിൽ വിറ്റത് 697.05 കോടിയുടെ മദ്യമായിരുന്നു. ഇതിനെ മറികടന്നുകൊണ്ടുള്ള മദ്യവിൽപ്പനയാണ് ഇത്തവണയുണ്ടായത്. അതേസമയം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് പാലാരിവട്ടം ഔട്ട്ലെറ്റിലാണ്. പവർ ഹൗസ് റോഡ് ഔട്ട്ലെറ്റിനാണ് രണ്ടാം സ്ഥാനം. കഴിഞ്ഞ മാസം 22 മുതൽ ഇന്നലെ വരെയുള്ള കണക്കുകളാണ് ബെവ്കോ പുറത്തുവിട്ടിരിക്കുന്നത്. ഇടപ്പള്ളി ഔട്ട്ലെറ്റിനാണ് മൂന്നാം സ്ഥാനം. സാധാരണ കൊല്ലം ആശ്രമ മൈതാനത്താണ് എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ വിൽപ്പന ഉണ്ടാവുന്നത്. ഇത്തവണ 4ാം സ്ഥാനത്താണ് കൊല്ലം ഔട്ട്ലെറ്റ്. ചാലക്കുടിയിലുള്ള ഔട്ട്ലെറ്റിലും വലിയ രീതിയിൽ മദ്യവിൽപ്പന നടന്നിട്ടുണ്ടെന്നാണ് ബെവ്കോയുടെ കണക്ക്. പുതുവത്സര തലേന്ന് വിറ്റത് 108 കോടി രൂപയുടെ മദ്യമാണ്. 69.42 കോടി രൂപയുടെ മദ്യമാണ് ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റത്. കഴിഞ്ഞ വർഷം പുതുവത്സരത്തിന് 94.77 കോടി രൂപയുടെ മദ്യമായിരുന്നു വിറ്റത്. രവിപുരം ഔട്ട്ലെറ്റ് ആയിരുന്നു വിൽപ്പനയിൽ 1ാം സ്ഥാനത്ത്. 92.31 ലക്ഷം രൂപയുടെ മദ്യമായിരുന്നു ഈ ഔട്ട്ലെറ്റിലൂടെ വിൽപ്പന നടത്തിയത്. നെടുമങ്ങാട് 86.65 ലക്ഷം, ഇടപ്പള്ളി കടവന്ത്ര 79 ലക്ഷം, കാവനാട് ആശ്രമം 79.20 ലക്ഷം, ചാലക്കുടി 75.11 ലക്ഷം എന്നിങ്ങനെയായിരുന്നു കൂടുതൽ വിൽപ്പന നടന്ന ഔട്ട്ലെറ്റുകൾ. ഇത്തവണ ക്രിസ്മസിനും റെക്കോർഡ് മദ്യവിൽപ്പനയാണ് നടന്നത്. ക്രിസ്മസ് ദിനത്തിലും തലേ ദിവസവുമായി കേരളത്തിലെ ബെവറേജസ് ഔട്ട്ലെറ്റുകളിൽ കൂടെ ആകെ 152.06 കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ തീയതികളിലായി 122.14 കോടി രൂപയുടെ വിൽപ്പനയും നടന്നു.